Okay, next we see how to resolve the acceleration into components. First, we have to fix the components, right? So when a particle is moving along a path, you know that at any point, the velocity will be in the tangential direction. This is the tangential direction. But the acceleration need not be in the tangential direction. It can be some other direction, right? It cannot be in the, or it need not be in the tangential direction. That is what we know. We have another direction which is called the normal direction, which is perpendicular to the tangential component. So ഇതാണ് ടി ബാറിന്റെ ഡയറക്ഷൻ, ടാൻജൻഷ്യൽ ഡയറക്ഷൻ. അത് ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് ടി ബാർ. അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ് എൻ ബാർ എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് ഡയറക്ഷൻ നമുക്കറിയാം. ഒരു കർവിനെ സംബന്ധിച്ച് at a particular point there are two directions associated, and you know that the velocity will be in this direction. The velocity will be here. It will be along the tangential direction, but the acceleration can be in some other direction. It can be like this. So this can be the direction of acceleration. So you can think of resolving, or many times it is useful to think of resolving acceleration to its components. So what we have is a vector. ഒരു വെക്ടറിന് നമുക്ക് രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ കിട്ടുകയാണെങ്കിൽ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സപ്പോസ് ദീസ് ടു ആർ ടു പെർപെൻഡിക്കുലർ വെക്ടേഴ്സ്. ദെൻ ഇതൊരു ഗിവൺ വെക്ടർ വി ബാർ ആണെങ്കിൽ അതിനെ നമുക്ക് ഡബ്ല്യു ബാർ ആൻഡ് സേ യു ബാറിലേക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. ദർ ആർ ടു മെത്തേഡ്സ്. വൺ ഇസ് ബൈ ഐഡന്റിഫൈങ് ദി ആംഗിൾ. ആംഗിൾ അറിയാമെങ്കിൽ വി ബാറും ഡബ്ല്യു ബാറും നമ്മൾ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് വി ബാറിന്റെ ഡബ്ല്യു ബാർ ഡയറക്ഷനിലുള്ള കമ്പണന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഇസ് മോഡ് വി ബാർ ഇൻറ്റു കോസ് തീറ്റ എന്നാണ് വരിക. മോഡ് വി ബാർ കോസ് തീറ്റ വരും. അതേപോലെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ that is going to be, this component is going to be mod v bar into and a magnitude mod v bar into cos 90 minus theta. This angle will be 90 minus theta. Okay, so that is sin theta. ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലേക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. വേറൊരു മെത്തേഡ്, ഈ ആംഗിൾ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. ദെൻ ഓൾസോ യു ക്യാൻ ഡു ദാറ്റ്. വാട്ട് യു ഹാവ് ടു ഡു ഇസ്, സോ രണ്ട് പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ഉണ്ട്. ഈ ഒരു വെക്ടറിനെയാണ് നമുക്ക് റിസോൾവ് ചെയ്യേണ്ടത്, വി ബാറിനെയാണ് റിസോൾവ് ചെയ്യേണ്ടത്. ദെൻ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, വി ബാറിന്റെ ഈ ഡയറക്ഷനിലുള്ള കമ്പണന്റ് എന്ന് പറയുന്നത് ഈ വെക്ടർ ഡബ്ല്യു ബാർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന്റെ ഡയറക്ഷനിലുള്ള ഈ യൂണിറ്റ് വെക്ടർ എടുക്കുക, അതായത് ഡബ്ല്യു ക്യാപ്പ് എന്ന് പറഞ്ഞ വെക്ടർ എടുക്കുക. ദെൻ വി ബാർ ഡോട്ട് ഡബ്ല്യു ക്യാപ്പ് എടുക്കുകയാണെങ്കിൽ യു ഗെറ്റ് ദിസ് കമ്പണന്റ്. ഈ കമ്പണന്റ് കിട്ടണമെങ്കിൽ വി ബാർ ഡോട്ട് ഡബ്ല്യു ക്യാപ്പ് എടുത്താൽ മതി. അതേപോലെ ഈ കമ്പണന്റ് കിട്ടണമെങ്കിൽ വി ബാർ ഡോട്ട് ദിസ് ഇസ് യു ബാർ അല്ലേ, യു ബാറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ യു ക്യാപ്പ് ആണ്. ഈ ഡയറക്ഷനിലേക്ക് റിസോൾവ് ചെയ്യാൻ വി ബാർ ഡോട്ട് യു ക്യാപ്പ് എടുത്താൽ മതി. യു ക്യാൻ റിസോൾവ് എ ഗിവൺ വെക്ടർ ഇൻ ടു ഇറ്റ്സ് കമ്പണൻസ്. ഓക്കെ, so what you have to do is here you have to resolve acceleration to its components along the tangential direction and the normal direction. So that's what we are going to see. Okay, so if a particle moves along a smooth curve C in the 2 space or 3 space, 3D curve ആയാലും കുഴപ്പമില്ല, 2D curve ആയാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു particle മൂവ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. That is the curve is treated, or the particle is moving along the curve in time, with respect to time ആണ്. വെലോസിറ്റി നമുക്കറിയാം, ആക്സലേഷൻ എങ്ങനെയാണ് കാണാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ യു ക്യാൻ റൈറ്റ് ദി വെലോസിറ്റി ആസ് ഡി എസ് ബൈ ഡി ടി ഇൻറ്റു ദി ടാൻജൻഷ്യൽ വെക്ടർ. വെലോസിറ്റി എപ്പോഴും ടാൻജൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ദിസ് ഇസ് ദി, so this v bar is equal to speed into ടാൻജൻഷ്യൽ ഡയറക്ഷൻ കൊടുത്താൽ മതി വെലോസിറ്റിക്ക്. ആക്സലറേഷൻ അങ്ങനെയല്ല, ആക്സലറേഷൻ ക്യാൻ ബി ഇൻ എ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ആക്സലറേഷൻ നമ്മൾ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. വേറെ ടി ബാർ ഇസ് ദി ടാൻജൻഷ്യൽ വെക്ടർ ആൻഡ് എൻ ബാർ ഇസ് ദി നോർമൽ വെക്ടർ. ടാൻജൻഷ്യൽ ഡയറക്ഷനിലേക്കും നോർമൽ ഡയറക്ഷനിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ബാറിന് റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള കമ്പോണന്റിനെ എ ടി എന്ന് വിളിക്കും, എ സഫിക്സ് ടി. ദിസ് ഇസ് ദി ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ. ആൻഡ് along the normal direction there is another component. ഈ വെക്ടർ നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എ എൻ എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ഉണ്ട്, അതായത് നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ. സോ ദാറ്റ് ഇസ് ദി അതർ കമ്പോണന്റ്. അങ്ങനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് വാട്ട് ഈസ് റിട്ടൺ ഹിയർ. എ ബാർ ക്യാൻ ബി റിട്ടൺ ആസ് ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു ടി ബാർ പ്ലസ് എ ടൈംസ്
ds by dt whole square into n bar. So this is the tangential component. So your at is this. At is equal to d square s by dt square, and an, the normal component, is going to be kappa times, this is kappa, ഈ ലെറ്ററിനെ kappa എന്നാണ് വിളിക്കാറ്, ds by dt the whole square, സ്പീഡിന്റെ സ്ക്വയർ ആണ് ds by dt the whole square. So this is a constant. This is called the curvature. K is called the curvature at the point. കർവേച്ചറിന് ഒരുപാട് ജോമെട്രിക്കൽ മീനിങ് ഉണ്ട്, ബട്ട് ആസ് ഓഫ് നൗ വി വിൽ ട്രീറ്റ് ഇറ്റ് ആസ് എ കോൺസ്റ്റന്റ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ഓരോരോ പോയിന്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, ബട്ട് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഡിപ്പെൻഡിങ് ഓൺ ദി കർവേച്ചർ. കർവേച്ചറിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണത്. നമ്മളിങ്ങനെ സ്പീഡായിട്ട് മാറ്റുമ്പോൾ സ്പീഡും സ്പീഡിന്റെ സ്ക്വയറും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കമ്പോണന്റ് ആയിരിക്കും എന്ത്, ആക്സിലറേഷന്റെ നോർമൽ കമ്പോണന്റ്. വിൽ സീ ഹൗ ദിസ് ഇസ് കമ്മിങ്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പോയിന്റിലെ ആക്സിലറേഷൻ എന്ത് ഡയറക്ഷനിലാവണമെന്നില്ല, നോർമൽ ഡയറക്ഷനിലാവണമെന്നില്ല, ടാൻജൻഷ്യൽ ഡയറക്ഷനിലും ആവണമെന്നില്ല. സോ therefore we can resolve it into two components. ഈ ആംഗിൾ അറിയാത്തതുകൊണ്ട് നമ്മൾ ആ ഡോട്ട് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുക. So this component is going to be at times t bar, and this component is an times n bar, and it can be shown that at is nothing but d square s by dt square. S in the second derivative with respect to t ആണ്, whereas the normal component is going to be kappa times ds by dt the whole square. സ്പീഡിന്റെ സ്ക്വയറിന്റെ മൾട്ടിപ്പിൾ ആണ്. Now we'll see how this a bar is derived. What is a bar? A bar is the derivative of velocity, അല്ലേ? d by dt of velocity ആണ്, v bar ആണ്. Now what is v bar? v bar is ടാൻജൻഷ്യൽ കമ്പോണന്റിൽ സ്പീഡ് എടുത്താൽ മതി, അല്ലേ? സ്പീഡിന് അതിന്റെ ഡയറക്ഷൻ കൊടുക്കുക, ടാൻജൻഷ്യൽ ഡയറക്ഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, v bar കിട്ടുന്നത്. So that is what is written here. This is v bar, d by dt of ds by dt times t bar. So that's equal to, ഇവിടെ നമ്മൾ ഇതിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് വേറെയും ഡയറക്ഷൻ വേറെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ദിസ് യൂണിറ്റ് ഡയറക്ഷൻ, യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് ഇതിന്ന് മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നില്ല. മാഗ്നിറ്റ്യൂഡ് ഇസ് റിട്ടൺ ഹിയർ, ദിസ് ഇസ് ഗിവിംഗ് യു ദ ഡയറക്ഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സ്കാലറും വെക്ടറും കൂടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ആണ്, ബിക്കോസ് ബോത്ത് വിൽ കണ്ടെയ്ൻ ദി ടൈം. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂൾ എടുക്കുമ്പോൾ ഫസ്റ്റ് എന്ത് വരും, ഡി എസ് ബൈ ഡി ടിയുടെ ഡെറിവേറ്റീവ് ഇൻറ്റു ടി പ്ലസ് ഡി എസ് ബൈ ഡി ടി ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ്. ദാറ്റ്സ് വാട്ട് ഇസ് റിട്ടൺ ഹിയർ. ഡി എസ് ബൈ ഡി ടി ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു ടി ബാർ വരും. ടി ബാർ സെക്കൻഡ് ഫംഗ്ഷൻ ഇസ് റിട്ടൺ ആസ് സച്ച്. നൗ first function is written as such into derivative of the second function dt by t വരും, dt വരും, d capital T by dt വരും. ജസ്റ്റ് പ്രോഡക്റ്റ് റൂൾ ആണ്, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ദ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. ഫസ്റ്റ് പാർട്ട് നമുക്ക് വേണ്ടതായി, ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ദാറ്റ്സ് വാട്ട് വി ഹാവ് ഒബ്ടൈൻഡ്. സെക്കൻഡ് പാർട്ടിനെ നമ്മളൊന്ന് ഡി എസ് ബൈ ഡി ടി ഹോൾ സ്ക്വയറിലേക്ക് കൊണ്ടുപോകണം. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ഡി എസ് ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബാർ ബൈ ഡി ടി ആണുള്ളത്. ഡി ടി ബാർ ബൈ ഡി ടി നമുക്ക് ടി ബാറിനെ വി ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് ടി ബാർ ഓഫ് ടി ഓർ ടി ബാർ ഓഫ് എസ്. അപ്പം നമ്മൾ ടി ബാർ ഓഫ് എസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ്, എസ് എ ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അപ്പോൾ നമുക്ക് ഡി ടി ബാർ ബൈ ഡി ടി എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഡി ടി ബാർ ബൈ ഡി എസ് എടുക്കുക ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എടുക്കുക. ചെയിൻ റൂളാണ്, ഡി എസ് ബൈ ഡി ടി എടുക്കുക. സോ ഡി ടിയെ നമുക്ക് ടി സ്മോൾ ടിയിൽ ഡിഫറൻസിയേഷൻ ചെയ്യണമെങ്കിൽ ടി ആദ്യം എസ്സിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക, എസ്സിനെ ടിയിലേക്ക് ഡിഫറൻസിയേഷൻ ചെയ്ത് മാറ്റുക. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് അപ്ലൈഡ് ഹിയർ. ഡി എസ് ബൈ ഡി ടി ഇസ് റിട്ടൺ ആസ് സച്ച്. ഡി ടി ബാർ ബൈ ഡി ടി ക്യാൻ ബി റിട്ടൺ ആസ് ഡി ടി ബാർ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി. ഓക്കെ, സോ നൗ ദിസ് ബിക്കംസ് എ പ്രോഡക്റ്റ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇത് രണ്ടും കൂടെ ഒരുമിച്ചെടുത്താൽ ഇറ്റ് ഇസ് ഡി എസ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി ബാർ ബൈ ഡി എസ് എന്ന് വരും. So now it becomes d square s by dt square t bar plus ds by dt the whole square into dt bar by ds. Okay. Now what is dt bar by ds? dt bar by ds is a
vector which is the derivative of t bar. Derivative of t bar with respect to s ആണ്. With respect to s ആണ്. പക്ഷെ നമുക്കറിയാം derivative of t bar will be in the direction of the normal vector അല്ലേ? ടി ബാറിന് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ഡയറക്ഷനിൽ വരും? നോർമൽ ഡയറക്ഷനിലാണ് എത്തുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി എ മൾട്ടിപ്പിൾ ഓഫ് ദി നോർമൽ വെക്ടർ. അപ്പോൾ അതിന് നമ്മൾ എന്ത് എഴുതു? കാപ്പ ടൈംസ് എൻ ബാർ എന്ന് എഴുതി. ബിക്കോസ് ദിസ് വെക്ടർ ഈസ് ഹാവിങ് ഇറ്റ്സ് ഡയറക്ഷൻ. ഇതിന്റെ ഡയറക്ഷൻ എന്തിന്റെ ഡയറക്ഷൻ ആയിരിക്കും? എൻ ബാറിന്റെ ഡയറക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ ബാറിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് എൻ ബാറിന് ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കൊടുത്താൽ മതി. ആ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ കാപ്പ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഡി ടി ബാർ ബൈ ഡി എസ് എസ് സം multiple of n bar, that is kappa times n bar. This kappa is called the curvature. Okay, this is the quantity which is called the curvature of the curve at that particular point. Okay, this is how we get this formula. A bar is equal to d square s by dt square times t bar plus kappa times is ds by dt whole square times n bar. Now, so these are the components. ഇതാണ് ആക്സലറേഷൻ്റെ രണ്ട് കമ്പോണൻസ് ആയിട്ട് വരിക, എ ടിയും. സോ ദിസ് ഇസ് എ ടി ആൻഡ് ദിസ് ടോട്ടൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് എ എൻ. ഇങ്ങനെ എ ബാറിന് നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ എപ്പോഴും അത്ര എളുപ്പമായിരിക്കില്ല. ദർ ക്യാൻ ബി സം ഡിഫിക്കൽട്ടി. സോ വി ഡിറൈവ് അനദർ മെത്തേഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെക്ടറിനെ നമുക്ക് അതിന് രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യണമെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. ആ പെർട്ടിക്കുലർ കമ്പോണൻറ്റിലേക്കുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനുള്ള ഡോട്ട് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് എ ടി ബാർ കിട്ടണമെങ്കിൽ ഇതാണ് എ ബാർ. ഇതിനെ നമുക്ക് ടി ബാറിന്റെ ഡയറക്ഷനിലേക്കുള്ള കമ്പോണന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എ ടി എന്ന് വിളിക്കുന്നത്. കമ്പോണന്റിനെ മാഗ്നിറ്റ്യൂഡിനെ. എ ടി കിട്ടണ എന്ത് ചെയ്താൽ മതി? എ ബാറിനെ എന്തുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി? ഈ ടി ബാറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. പക്ഷെ ടി ബാർ തന്നെ ഒരു യൂണിറ്റ് വെക്ടർ ആണ്. അതുകൊണ്ട് എ ബാർ ഡോട്ട് ടി ബാർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എ ടി കിട്ടും. ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്തിട്ട് ഈ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ദിസ് കമ്പോണന്റ് വിൽ ബി എ ബാർ dot t bar, and which is at is equal to a bar dot t bar. Now what is t bar? T bar എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ്. സോ ദാറ്റ് ഇസ് t bar is v bar by length of v bar. ഏത് വെക്ടറിന്റെയും ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറിന് അതിന്റെ ലെങ്ത് എടുത്താൽ മതി, ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ a bar dot v bar by length of v bar എടുത്തു കഴിഞ്ഞാൽ നമുക്ക് this is actually v bar by length of v bar is giving you t bar. a bar dot t bar നമുക്ക് എന്ത് എഴുതാം? a bar dot v bar divided by length of v bar. So this is how you can easily find the tangential component of the acceleration using the original acceleration and the velocity vector. Acceleration and velocity vector ആണ് കയ്യിലുള്ളതെങ്കിൽ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് എ ടി കാണാം. അപ്പോൾ ഇവിടെ എ ടി കാണണമെങ്കിൽ എന്ത് വേണം? എസ് നമുക്ക് അറിയണം, ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് അറിയണം. ഡിസ്പ്ലേസ്മെന്റ് ഷുഡ് ബി നോൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. ഇങ്ങനെയാണ് അതിനെ സെക്കൻഡ് രണ്ട് പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? എ ടി കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ വെലോസിറ്റി ആണുള്ളത്. വെലോസിറ്റി ആക്സിലറേഷനും ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് എ ടി. ഇതേപോലെ എ എൻ കാണാൻ എന്ത് ചെയ്താൽ മതി? എ എൻ ബാർ കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. കാരണം ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എൻ ബാർ ആണ്. എ ഡോട്ട് എൻ ബാർ എടുക്കുമ്പോൾ എ എൻ കിട്ടും. പക്ഷെ നമ്മുടെ കയ്യിൽ എപ്പോഴും നോർമൽ കമ്പോണന്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല, നോർമൽ വെക്ടർ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം നോർമൽ വെക്ടർ കാണണമെങ്കിൽ ആദ്യം യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കിട്ടിയിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാട്ട് യു ക്യാൻ ഡു ഇസ് you can take this idea, that is ഈ ഡയറക്ഷനിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ this vector, this component will be, as I said, it is going to be mod a sin theta ആണ് വരിക. mod a sin theta എന്നാണ് വരിക. ഓക്കെ, ഈ സൈൻ വരണ എന്ത് ചെയ്താൽ മതി? സൈൻ തീറ്റ കിട്ടണമെങ്കിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, എ ക്രോസ് ബി. എ ക്രോസ് ബി is equal to a bar the length into b bar into sin theta അല്ലേ? mod a mod b sin theta into n cap എന്ന് പഠിച്ചിട്ടുണ്ട്. വേറെ n cap is the perpendicular vector to a cap and b cap. അപ്പോൾ നമുക്ക് അതിന്റെ ഡയറക്ഷൻ വേണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയെങ്കിൽ ഈ n capന്റെ ആവശ്യമില്ല. ബിക്കോസ് n cap gives the unit vector along the direction. നമുക്ക് a bar ക്രോസ് b ബാറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് mod a mod b sin theta ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ b bar എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ ആണെന്ന് വിചാരിക്കാം. സപ്പോസ് ദാറ്റ് ദ ലെങ്ത് ഓഫ് v bar is equal to 1. അങ്ങനെയാണെങ്കിൽ mod a ക്രോസ് b bar എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ലെങ്ത് 1 ആയതുകൊണ്ട് this is going to be 1. So what you get is mod a sin theta.
മോഡ് എ സൈൻ തീറ്റ കിട്ടും. അപ്പോൾ നമുക്കറിയാം ഈ കമ്പോണന്റ് മോഡ് എ സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ ബാറിനെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. ടി ബാർ കൊണ്ട് ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ എന്ത് കിട്ടും? എ എൻ്റെ വാല്യൂ കിട്ടും. സോ എ എൻ ഇസ് ഈക്വൽ ടു, പറഞ്ഞത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ, ടി ബാറിന്റെ ഡയറക്ഷൻ ഇത് തന്നെയാണെങ്കിലും നമുക്ക് എ ബാർ ഡോട്ട് ടി ബാർ എടുത്തു കഴിഞ്ഞാൽ ഈ കമ്പോണന്റും എ ബാർ ക്രോസ് ടി ബാർ എടുത്തു കഴിഞ്ഞാൽ ഈയുടെ കമ്പോണന്റ്, കാരണം എ ബാർ ക്രോസ് ബി ബാർ ടി ബാർ എടുക്കുമ്പോൾ അത് സൈൻ തീറ്റയിലേക്കാണ് പോകുന്നത്. എ ബാറിന്റെ മോഡുലസ് ഇൻറ്റു സൈൻ തീറ്റയിലാണ് പോകുന്നത്. അതായത് ഈ ആംഗിളിലേക്കാണ് റിസോൾവ് ചെയ്ത് പോകുന്നത്, ഈ ഡയറക്ഷനിലേക്കാണ് റിസോൾവ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് എ എൻ കാണാൻ എന്ത് ചെയ്താൽ മതി? എ ബാറിനെ ക്രോസ് പ്രോഡക്റ്റ് വിത്ത് ടി ബാർ എടുക്കുക, എന്നിട്ട് ലെങ്ത് എടുക്കുക. സോ ദാറ്റ് വിൽ ബി ഗിവിംഗ് യു ദി നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ. നോ വാട്ട് ഇസ് ടി ബാർ? ടി ബാർ ഇസ് നത്തിങ് ബട്ട് വി ബൈ ലെങ്ത് ഓഫ് വി ആണ് അല്ലേ. എ ബാർ ക്രോസ് വി ബൈ ലെങ്ത് ഓഫ് വി അല്ലേ വരിക ഇത്. ഈ ലെങ്ത് ഓഫ് വി ഇസ് എ സ്കാലർ ദാറ്റ് വിൽ കം ഔട്ട്. ഇതിനെ നമുക്ക് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം എ ബാർ ക്രോസ് വി ബാർ divided by length of v bar എന്ന് വരും. So that is what is written here. Okay. Now suppose you want to find the curvature. Curvature ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, curvature is an important quantity. It gives you the idea that how much the curve is bended at a particular point. ഒരു particular പോയിന്റിൽ കർവിന് എത്ര ബെൻഡ് ഉണ്ട്. അത് സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ അതിന്റെ ബെൻഡ് 0 ആയിരിക്കും, കർവേച്ചർ 0 ആയിരിക്കും. ബെൻഡ് കൂടുന്നതിനനുസരിച്ച്, ഇങ്ങനെ വരുന്നതിനനുസരിച്ച് കർവേച്ചർ എന്ത് ചെയ്യും? കൂടി വരും. So that's an important quantity. Suppose you want to obtain the curvature of the curve at a particular point, what you have to do is you can use the acceleration, because an is equal to k times ds by dt whole square എന്ന് നമുക്കറിയാം. an is equal to this ds by dt whole square into k, kappa ആണ്. അപ്പോൾ kappa കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? an നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി? ds by dt whole square കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. So kappa is equal to an by ds by dt whole square. That's equal to, what is ds by dt? ds by dt is speed ആണല്ലേ. ds by dt is length of velocity ആണ്. അപ്പോൾ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് വെലോസിറ്റി സ്ക്വയർ ആണ് ഡിനോമിനേറ്റർ ഉള്ളത്. Now what is an? an is equal to length of a bar cross v bar divided by length of v ആണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ 2 v സ്ക്വയർ ഉണ്ട്, ലെങ്ത് ഓഫ് v സ്ക്വയർ താഴെയുണ്ട് ഓൾറെഡി. സോ എൻ്റെ കൂടെ എന്തുണ്ട്? ഡിനോമിനേറ്ററിൽ അഗെയിൻ ഒരു ലെങ്ത് ഓഫ് v ഉണ്ട്. So therefore kappa is equal to length of a cross v divided by length of v യുടെ whole cube വരും. This is actually coming because there are 2 square of length of v in the denominator already. Further, for getting an you have another length of v in the denominator. അപ്പോൾ ആകെ 3 പ്രാവശ്യം length of v വരുന്നതുകൊണ്ടാണ് ഈ ക്യൂബ് വരുന്നത്. Okay, so kappa can be found using acceleration and velocity by using this formula. Kappa is equal to length of a cross v divided by length of v the whole cube. Okay, so this is how you can find the curvature. So it's written as a theorem. If a particle moves along a smooth curve C in the 2 space or 3 space, so you have a curve like this or a 3D curve, then at each point on the curve the velocity vector v bar and the acceleration vector a bar are related to at, an and k by the formulas. At is equal to v dot a divided by length of v, and an is equal to length of v cross a divided by length of v, and kappa is equal to length of v cross a divided by length of v whole cube. ഇതിന് കാരണം ഇതാണ്. നമ്മൾ റിസോൾവ് ചെയ്തിട്ട് നമ്മൾ 2 ഡയറക്ഷൻ, ഇത് ടാൻജൻഷ്യൽ ഡയറക്ഷൻ, ഇത് എ ബാർ ആണ്, ഇതിനെ നമ്മൾ ടാൻജൻഷ്യൽ ഡയറക്ഷനിലും നോർമൽ ഡയറക്ഷനിലും റിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ദിസ് ഇസ് നത്തിങ് ബട്ട് ലെങ്ത് ഓഫ് എ ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും, and this is nothing but length of a into sin theta ആയിരിക്കും. Okay, so at is equal to length of a into cos theta. അതിനെ എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് v, ഇതിനെ നമ്മൾ ജസ്റ്റ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് വരുന്നത് അല്ലേ. ഇതിന് നമ്മൾ വേറെ രീതിയിൽ എഴുതിയിരിക്കുകയാണ്, ബിക്കോസ് യു വോണ്ട് ടു ബ്രിങ് ഇൻ v ഡോട്ട് എ. അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ എടുത്താലും മതി, a cross v എടുത്തിട്ട് ഇങ്ങനെ ചെയ്താലും മതി. So this is how we derive this. an is derived using length of v, length of a sin theta. ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സ്റ്റെപ്പും സെയിം ആയിട്ട് മാറും. Okay, here we introduce a step, an extra quantity. അതെന്നാണ് ഈ വാല്യൂ കിട്ടുന്നത്. Kappa is obtained by combining this with the velocity. ഇതിൻ്റെ കൂടെ ഇതിനെ നമ്മൾ an നെ നമ്മൾ വെലോസിറ്റി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ kappa കിട്ടും. അപ്പോൾ
എ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വി ക്രോസ് എ ആണ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് വി ആണ്. അപ്പോൾ അത് നമ്മൾ 1/v ലെങ്ത് ഓഫ് വി സ്ക്വയർ അതായത് 1/ds/dt ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് വി ക്രോസ് എ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് വി ഹോൾ ക്യൂബ് കിട്ടും. ഓക്കെ, we'll see some problems later.